പണ്ട് കൊച്ചുനാളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ലൈബ്രറിയിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പം ലൈബ്രറി സെപ്പറേറ്റ് ഒരു ഇതുള്ളത്, അതിന് ചെറിയൊരു മാർക്കൊക്കെ ഉണ്ട്. ലൈബ്രറിയിൽ ബുക്കുകളൊക്കെ വായിക്കുന്നതിനും അതിൻ്റെ മോട്ടിവേഷൻ എന്താണെന്നൊക്കെ എഴുതിക്കൊണ്ട് കൊടുക്കുന്നതിന്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ മിക്കവാറും എഴുതിക്കൊണ്ട് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടീച്ചർ പറയും ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഒരു ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ബുക്ക് എടുത്തുകൊണ്ട് പോവുക, പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും മനസ്സിലാക്കിയിട്ട് ഒരു സെൻറ്റൻസ് ആക്കിയ കഥ മൊത്തത്തിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ എഴുതിക്കൊണ്ട് വരുന്നു. അപ്പം ഞാൻ മിക്കവാറും എഴുതി കൊടുക്കുന്നത് അതിൻ്റെ അവിടുന്ന് ഇവിടുന്നുള്ള പാരഗ്രാഫിൽ നിന്നൊക്കെ കുറച്ച് ചിരണ്ടി എടുത്ത് ഒരുമിച്ചാക്കി കൊണ്ട് കൊടുക്കും. എന്നിട്ട് ടീച്ചർ പറയുന്നത് ടീച്ചറിന് ഒറ്റയടിക്ക് മനസ്സിലാവുന്ന എങ്ങനെയെങ്കിലും അത് കാര്യങ്ങളൊക്കെ തീർക്കണ്ടെന്ന് വെച്ചാൽ, അപ്പം മക്കളെ ഇങ്ങനെയല്ല എഴുതണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് മൊത്തം വായിച്ചിട്ട് നിനക്ക് എന്താണോ തോന്നുന്നത്, ആ കഥയിൽ നിന്ന് നിനക്ക് എന്താണോ തോന്നുന്നത് അതാണ് എഴുതിക്കൊണ്ട് കൊടുക്കേണ്ടത്. അപ്പം പിന്നെ അത് ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് പിന്നെ ഇങ്ങോട്ട് വന്ന് നമ്മൾ ഒരുപാട് മോട്ടിവേഷൻസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലിനകത്ത് എല്ലാവരും മോട്ടിവേഷൻസും ഒക്കെ എടുക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ നമ്മൾ ഒരു സാധനവും അതേ രീതിയിൽ ഒരു കോപ്പി ചെയ്യില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ നമ്മളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നമ്മുടെ സ്റ്റൈലിൽ അതെന്തൊക്കെ മാറ്റം അതിനകത്ത് വരുത്തും അതെല്ലാം മാറ്റി നമ്മുടെ കയ്യൊപ്പോടെ നമ്മൾ എപ്പോഴും ഒരു കാര്യം എഴുതുമ്പോൾ നമ്മുടെ കയ്യൊപ്പ് അടിയിലിടാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാവും. അപ്പോൾ അങ്ങനെ മാത്രം നമ്മൾ ഒരു കാര്യം എന്ത് ചെയ്യാന്നില്ല, നമ്മുടെ ജോലിയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് ചെയ്യുക, നമ്മുടെ ഐഡൻറ്റിറ്റിയിലൂടെ മാറുന്ന രീതിയിൽ എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകും.